എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗുരുവായൂർ ഏകാദശിയിലേക്ക് അടുക്കുകയാണ്. ഈ വർഷത്തെ ഏകാദശി വരുന്നത് 2024 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ ഡിസംബർ മാസം 11-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത്. സാധാരണ രീതിയിൽ വൃശ്ചിക മാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നമ്മളെപ്പോഴും ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ ഏറ്റവും അധികം പ്രശസ്തിയോടുകൂടി ആചരിക്കുന്നത്. അതിൻ്റെ പുറകിൽ നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടന്നത് ഏകാദശിക്കാണെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഏകാദശി ദിവസമാണെന്ന് പറയുന്നുണ്ട്. നാരായണീയം പോലും എഴുതി സമർപ്പിച്ചത് ഒരു ഏകാദശി കാലത്താണെന്നൊരു വകഭേദം പോലും പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രാധാന്യമുള്ള ഏകാദശി ദിവസം ഗുരുവായൂർ എത്തിപ്പെടുക, ഗുരുവായൂർ അന്നേ ദിവസം ചെല്ലുക എന്നുള്ളത് എല്ലാ ഗുരുവായൂരപ്പ ഭക്തരുടെയും ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും അന്നത്തെ തിരക്കിൻ്റെ ഇടയിൽ ഗുരുവായൂരപ്പനെ പോയി കാണാനോ തൊഴാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂർ ഏകാദശി മഹോത്സവം, ഗുരുവായൂർ ഏകാദശി വിളക്ക് എന്ന പേരിൽ ഒരു മാസക്കാലത്ത് ഉത്സവമായിട്ട് ഇന്ന് ഗുരുവായൂർ ആചരിച്ചു വരുന്നുണ്ട്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഏകാദശി വിളക്കുകൾക്ക്, അതായത് ഈ വരുന്ന നവംബർ 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് തുടക്കം കുറിച്ചു. പാറമ്പോട്ടിൽ അമ്മിണിയമ്മ എന്ന് പറയുന്ന അലനല്ലൂർ സ്വദേശിയായിട്ടുള്ള അവരുടെ വിളക്കാണ് എല്ലാ വർഷവും ആദ്യത്തെ വിളക്ക്. അത് നടന്നു. ഇനി അങ്ങോട്ട് ഡിസംബർ 11-ാം തീയതി വരെ എല്ലാ ദിവസവും ഗുരുവായൂർ വിശേഷപ്പെട്ട വിളക്ക് എഴുന്നള്ളിപ്പാണ്. എന്താണ് ഈ വിളക്ക് എഴുന്നള്ളിപ്പ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് രാത്രി ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജ കഴിഞ്ഞാൽ കാണുന്ന ശീവേലി, ഗുരുവായൂരപ്പൻ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളി മേൽശാന്തി അവിടെയുള്ള ഭൂതഗണങ്ങൾക്കൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ബലി കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അത് 3 പ്രദക്ഷിണമാണ് നടക്കുന്നത്. 3ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം ഒരു പ്രദക്ഷിണം നടക്കും. അത് വളരെ വിശേഷമായിട്ട് ഗുരുവായൂരപ്പൻ്റെ കോലമൊക്കെ മാറ്റി വേറൊരു ആനപ്പുറത്ത് കയറ്റി പാറ്റാനകളെ കൂട്ടി വിശേഷമായിട്ട് ഇടയ്ക്ക് പ്രദക്ഷിണമൊക്കെ ചേർത്തിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ് 2 പ്രദക്ഷിണങ്ങൾ. അപ്പോൾ ആ പ്രദക്ഷിണം മുതലാണ് ശരിക്കും വിളക്ക് തുടങ്ങുന്നത്. അതായത് ശ്രീഭൂതബലി കഴിഞ്ഞ് 4ാമത്തെ പ്രദക്ഷിണം മുതൽ ഗുരുവായൂരപ്പൻ്റെ ചുറ്റുമുള്ള വാതിൽ മാടങ്ങളിലും ഈ പറയുന്ന വിളക്ക് മാടങ്ങളിലും ഒക്കെയുള്ള ചിരാതുകൾ, ഒട്ടുവിളക്കുകളാണത്. അതെല്ലാം തന്നെ കത്തിച്ച് ഗുരുവായൂർ ക്ഷേത്രം വളരെയധികം ദീപപ്രഭയിലാക്കി മാറ്റും. ഇതെല്ലാ ദിവസവും നടക്കുന്ന ചടങ്ങാണ്. പക്ഷേ ഈ 30 ദിവസം ഗുരുവായൂർ ഏകാദശി വരെയുള്ള ദിവസങ്ങളിൽ ഇത് വളരെയധികം വിശേഷമായിട്ട് നടക്കും. പല ദിവസങ്ങളിലും പല സംഘടനകളും പല വ്യക്തികളും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഒക്കെ പേരിൽ ഗുരുവായൂരിൽ ഈ ഏകാദശി വിളക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ പോലീസ് വിളക്ക് നടക്കുന്നുണ്ട്, കോടതി വിളക്ക് നടക്കുന്നുണ്ട്, ഗുരുവായൂർ മെർച്ചൻസിൻ്റെ അവിടെയുള്ള വ്യാപാരികളുടെയൊക്കെ ഒരു വിളക്ക് നടക്കുന്നുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിളക്ക് ഗുരുവായൂർ ഏകാദശി ദിവസം നടക്കുന്നുണ്ട്. അതിപ്പോൾ മാറ്റി നിശ്ചയിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം തന്ത്രിയുടെ വിളക്ക് നടക്കുന്നുണ്ട്, 10കാരുടെ വിളക്ക്, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രമുഖരുടെയൊക്കെ വിളക്ക് നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സാധാരണ വിളക്ക് ദിവസങ്ങളെക്കാൾ ആഘോഷം കൂടുതലായിരിക്കും. മിക്ക സമയത്തും വിശേഷപ്പെട്ട വിളക്കുകളുടെ സമയത്ത് രാത്രി പഞ്ചവാദ്യം ഉണ്ടായിരിക്കും, മേളം ഉണ്ടായിരിക്കും. ഗുരുവായൂരപ്പൻ്റെ ആനക്കോട്ടയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആനകളായിരിക്കും ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തടം പേറ്റുന്നത്. അങ്ങനെ വളരെയധികം പ്രൗഢിയോടുകൂടി ഒരു ആഘോഷമായിട്ടാണ് ഈ 30 ദിവസം ഗുരുവായൂർ വിളക്കാഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം പോയി ഇനിയിപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. 30 ദിവസം ഗുരുവായൂർ ഏകാദശി വിളക്ക് ഉത്സവം നടക്കുന്നുണ്ട്. ഏത് ദിവസമാണോ നിങ്ങൾക്ക് സൗകര്യം അന്നേ ദിവസം പോയി നമ്മൾ നമ്മുടെ പേജിൽ ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ ഓരോ ദിവസവും ആരുടെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലീസ് വിളക്കാണെങ്കിലും കോടതി വിളക്കാണെങ്കിലും പോസ്റ്റൽ വിളക്കാണെങ്കിലും ഒക്കെ വളരെ ആഘോഷമാണ്. ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ആ ഒരു പ്രൗഢിയോടുകൂടി ഒരു ചെറിയ ഗുരുവായൂർ ഏകാദശി കണ്ടുവരുന്ന ഒരു പ്രൗഢിയും സംതൃപ്തിയോടുകൂടി വലിയ തിരക്കില്ലാതെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസക്കാലം നിങ്ങളുടെ മുമ്പിലുണ്ട്. പരമാവധി ആളുകൾ ഗുരുവായൂർ ചെന്ന് ഏകാദശി വിളക്കുകളിൽ രാത്രിയാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ചെന്ന് ആ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് കണ്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച്, ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാത്തിനും നമ്മൾ ഉത്തരം തരുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നാമം ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായോ എന്നോ ഗുരുവായൂരപ്പൻ്റെ നാമം ഒരു തവണയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എഴുതുക. നമ്മുടെ എല്ലാ കമൻസും ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ കൊണ്ട് നിറയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഇതുപോലുള്ള ആധ്യാത്മികമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി മിക്ക സമയത്തും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ആ വിവരങ്ങളൊക്കെ തന്നെ മുടങ്ങാതെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.